ദീപക് ധർമ്മടമുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ MTയുടെ ഒരു മുഴുനീള അഭിമുഖം അവസാനമായി തയ്യാറാക്കിയ താങ്കളാണ്. എന്താണ് താങ്കൾക്ക് MT? ഒരുപക്ഷെ എനിക്ക് മാത്രമല്ല, മലയാള ഭാഷയെ സാഹിത്യത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും MT മലയാളത്തിൻ്റെ മഹാപുണ്യമാണ്. MT മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. കാരണം MT വർഷങ്ങൾക്ക് മുൻപ് മരണശയ്യയിലേക്ക് പോയി എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ വേളയിലും MT തിരിച്ചു വരുമെന്ന് തന്നെയായിരുന്നു MTയെ സ്നേഹിക്കുന്ന മിക്കവാറും എല്ലാവരും പ്രതീക്ഷിച്ചത്. SKN ഒക്കെ അന്ന് ലൈവിൽ അത് പറയുകയും ചെയ്തതാണ്. പക്ഷേ എന്നാൽ MT ഏറ്റവും ഒടുവിൽ ക്രിസ്മസ് ദിനത്തിലെ രാത്രി 10 മണിയോടെ മരണത്തോട് കീഴടങ്ങുകയായിരുന്നു. MT ഒന്നിനും കീഴടങ്ങാത്തൊരു മനുഷ്യനായിരുന്നു. കാരണം നമ്മൾ കണ്ടതാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് MTയുടെ വികാരപരമായ പ്രകടനങ്ങൾ, അത് കഴിഞ്ഞ് MT ഓരോ കാര്യത്തോടും എടുത്ത നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. ആ MT ആണ് നമ്മളോട് ഒപ്പം ഇപ്പോൾ ഇല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നത്. അത് നാലുകെട്ടിലെ അപ്പുണ്ണിയിൽ മാത്രമല്ല, ഒരുപക്ഷെ സേതുവിൽ മാത്രമല്ല, അങ്ങനെ MTയുടെ കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളിലൂടെ ഈ നാടിലെ പ്രശ്നങ്ങൾ, ഈ നാട്ടിൻപുറങ്ങളിലെ ജീവിതം, അത് പാലക്കാടിലെ ഒരു അതിവികസിതമല്ലാത്ത, തീരെ വികസനമില്ല എന്ന് പറയാവുന്ന ഒരു ഗ്രാമമാണ് കൂടല്ലൂർ എന്ന ഗ്രാമം. ആ ഗ്രാമത്തിൽ നിന്നും മാതൃഭൂമിയിൽ ജോലി കിട്ടി കോഴിക്കോട്ടേക്ക് വരുന്നു. പിന്നീട് തിക്കോടിയൻ, അതുപോലെ തന്നെ SK പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ഈ വലിയ സാഹിത്യ കൂട്ടായ്മയിൽ ഒരു തലമുറയുടെ മലയാള സാഹിത്യത്തെ നയിച്ച ആ കൂട്ടായ്മയുടെ ഭാഗമായി മാറുന്നു. അതിനുശേഷം മലയാള ഭാഷയ്ക്ക് MT നൽകിയ ഒരുപക്ഷെ ശ്രേഷ്ഠ ഭാഷാ പദവിയിലേക്ക് മലയാളം പോയെങ്കിൽ ആ പോയതിൽ, ക്ലാസിക്കൽ പദവി ലഭിക്കുന്നതിൽ MTയുടെ സംഭാവന ഒരുപക്ഷെ വളരെ വലുതാണ് എന്ന് നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കും. കാരണം അത്രമേൽ ശ്രദ്ധേയമായ പങ്കാളിത്തമാണ് MT ചെയ്തത്. വിവർത്തന സാഹിത്യത്തിൽ, മലയാള സാഹിത്യത്തിലല്ല, ഇന്ത്യൻ സൃഷ്ടികളിലെ റെക്കോർഡാണ് യഥാർത്ഥത്തിൽ MT രചിച്ചത്. കാരണം ഒരു പ്രാദേശിക ഭാഷയായ മലയാളം, ഒരു സംസ്ഥാനത്തിൽ മാത്രം ഒതുങ്ങുന്ന മലയാളം, ആ മലയാളത്തിലെ സാഹിത്യ സൃഷ്ടി ലോകഭാഷകളിൽ നിരവധിയിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ട് വിവർത്തന സാഹിത്യരംഗത്തെ റെക്കോർഡായി MT മാറി. MT ഏറ്റവും ഒടുവിൽ, എനിക്ക് തോന്നുന്നത് നവതിക്ക് തൊട്ട് മുൻപ് ആയിരുന്നു MT കുറച്ചുകൂടി ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും സജീവമായി വരുന്നു. പക്ഷേ എന്നാൽ MT നവതിയുടെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നു. ആ വേളയിലായിരുന്നു നേരത്തെ നിഖിൽ പറഞ്ഞ ഏറ്റവും അവസാനത്തെ ദൃശ്യമാധ്യമ അഭിമുഖം 24 നൽകുന്നത്. അതിൽ MT പറയുന്നുണ്ട്, ഇപ്പോൾ സമയം മോശമാണ്, കാലാവസ്ഥ ശരിയല്ല, പക്ഷേ ഇതൊന്ന് ഭേദപ്പെടും, ആ സമയത്ത് എനിക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുപോലെ ഭീമനെ കഥാപാത്രമാക്കിയുള്ള സിനിമ അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു. ഇപ്പോഴും അത് പൂർത്തിയാകാതെ കിടക്കുകയായിരുന്നു, നിയമ തർക്കങ്ങളിലായിരുന്നു. ഒടുവിൽ MTക്ക് അനുകൂലമായി കോടതിയിൽ വിധിയുണ്ടായി. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ MT തൊട്ടതെല്ലാം പൊന്നാക്കി. അത് നാലുകെട്ടിലെ അപ്പുണ്ണി എന്ന കഥാപാത്രത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ മലയാള സിനിമയിലേക്ക് നോക്കിയാൽ അത് വടക്കൻ വീരഗാഥയിലാണെങ്കിൽ, അങ്ങനെ ഓരോ സിനിമയിലും, പഴശ്ശിരാജയിലാണെങ്കിൽ ഒക്കെ MTയുടെ കരവിരുതുകൾ അത്രമേൽ വൈപുല്യമുള്ളതായിരുന്നു, അത്രമേൽ ശ്രേഷ്ഠമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ശ്രേഷ്ഠ ഭാഷാ പദവിയിലേക്ക് മലയാളം എത്തിയെങ്കിൽ അതിൽ ശ്രേഷ്ഠമായ പ്രവർത്തനം MT വാസുദേവൻ നായർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിഖിൽ പ്രമേഷ് ഇപ്പോൾ നിഖിൽ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ MTയെ എത്രമേൽ അടുത്തറിഞ്ഞു എന്നുള്ളതാണ്. ഈ രണ്ടക്ഷരത്തിൽ മേലപ്പാട്ട് വീട്ടിലെ വാസുദേവൻ എന്ന ആൾ മാത്രമല്ല, MTയുടെ ജീവിത വഴിയിലെ കഥാപാത്രങ്ങളെ കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. MT എൻ്റെ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞത് വാസുണ്ണി മാഷെക്കുറിച്ചാണ്. MTയെ ആദ്യമായി പഠിപ്പിച്ച, എഴുതാൻ പ്രേരിപ്പിച്ച വാസുണ്ണി മാഷ്. അപ്പോൾ MT ജീവിതത്തിലെ പ്രധാന വഴികളിൽ പോയവരെ എല്ലാം തന്നെ ഓർക്കുന്നുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഇപ്പോൾ MTയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം MTയുമായി വളരെ ആത്മബന്ധമുള്ള ഒരു എഴുത്തുകാരൻ കൂടിയാണ് ഗോവ ഗവർണർ. MTയുടെ വീട്ടിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം.